ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി നന്ദ. സിത്താരയുടെ വീട്ടിൽ പോയി ഇപ്പൊ തിരിച്ചു വന്നത് കൃഷ്ണ തന്നെയാ. അക്കാര്യത്തിൽ സിത്താര നമ്മളെ ചതിച്ചില്ല. മോള് ചെറുപ്പമാണ്. ഇത്രയും ചെറുപ്പമായ നിന്നെ കൊണ്ട് കഠിനമായൊരു കാര്യം ചെയ്യിക്കുന്നതില് മുത്തശ്ശിക്ക് സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ മുന്നില് വേറെ മാർഗങ്ങളില്ലല്ലോ മോളെ. ഇന്നലെ ഉണ്ടായ സംഭവം അതല്ലേ സൂചിപ്പിക്കുന്നേ. പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ അവിടെ വന്ന് നിങ്ങളെ കണ്ടതിന് ശേഷം മുത്തശ്ശി ഇവിടെ തിരിച്ചെത്തിയത് വല്ലാത്ത വിഷമത്തിലാ. കുറെ നേരം പോയി മുത്തശ്ശി പൂജാമുറിയിലിരുന്നു. അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. ഇന്നലെ മോൾക്ക് പിറകെ വന്ന നാഗം മോളെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ? നാഗം വന്നത് നല്ല സൂചനയല്ല മോളെ. അതെന്നേക്കുമായി ഒഴിവാക്കിയേ പറ്റൂ. അതിനാണ് 41 ദിവസം വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞത്. മോൾക്കും നവീനും യാതൊരു കുഴപ്പം വരാൻ പാടില്ലെന്നേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടി മോളി കർമ്മങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യണം. മുത്തശ്ശി ഈ തറവാടിന് വേണ്ടിയാ മോളോട് പറയുന്നേ. അപ്പോ ഇതുകൊണ്ടാണ് സിത്താര മാഡം വീണ്ടും എന്നോട് ഈ വേഷം കെട്ടാൻ പറഞ്ഞതല്ലേ? ഗാഥയുടെ മുന്നില് നാഗം വന്നു. അതിനുവേണ്ടിയുള്ള പരിഹാര കർമ്മങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അത് ഞാൻ ചെയ്യണം. കൊള്ളാം. എന്താ മോളെ? ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശി പറയുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അത് മതി മോളെ. നാളെ മുതല് വെളുപ്പിനെ ഉണരണം. തണുത്ത വെള്ളത്തിൽ കുളിക്കണം. പരമ്പരാഗത വേഷം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. സർപ്പക്കാവില് നെയ്വിളക്ക് തെളിക്കണം. നാഗപൂജ നടത്തണം. നാഗസ്തോത്രങ്ങൾ ഉരുവിടണം. ഒരു നേരം മാത്രം ഭക്ഷണം എന്നാ പറഞ്ഞിരിക്കുന്നത്. കിടക്കുന്നത് പായ വിരിച്ച് വെറും നിലത്തായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം ഈ 41 ദിവസവും നവീനിൽ നിന്നും ഒരു പെണ്ണെന്ന നിലയില് പരിപൂർണമായ അകലം പാലിക്കാന്നുള്ളതാ. നവീനെ അകറ്റി നിർത്താൻ വേണ്ടി ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കേട്ടു നിന്നപ്പോ എന്താ കുട്ടിക്ക് തോന്നിയേ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. ഒരു ശിക്ഷ പോലെ കഠിനമാണിതെന്ന് ഞങ്ങൾക്കും അറിയാം. ഒരിക്കലുമില്ല മുത്തശ്ശി. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, നവീന് വേണ്ടിയല്ലേ. എത്ര കഠിനമായ വ്രതമായാലും ഞാനത് പൂർത്തിയാക്കിയിരിക്കും. മോളെ, അച്ഛന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛന്റെ മകനെ നല്ലവനാ. ആ മകന് ഒന്നും സംഭവിക്കില്ല. കാത്തു കാത്തിരുന്ന് ഈ കുടുംബത്തിലേക്ക് കയറി വന്ന പുണ്യമാണ് നീ. കളരിക്കൽ തറവാടിന് എന്നെന്നും നിന്നോട് കടപ്പാടുണ്ടായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി. ഇതെന്റെ കടമയായിട്ട് ഞാൻ സ്വീകരിച്ചു. എന്നാ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ? ശരി മോളെ. നന്ദ, കൊടും ശാപത്തിനപ്പുറത്ത് അനുഗ്രഹത്തിന്റെ ഒരു തണൽ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി ഈ വരവ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. പക്ഷെ അമ്മേ, 41 ദിവസം മോള് വ്രതാനുഷ്ഠിക്കുമ്പോ അതിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും സിദ്ധം പറഞ്ഞിട്ടുണ്ട്. നാഗദൈവങ്ങൾ എത്ര പ്രീതിപ്പെടുത്തുന്നോ അതനുസരിച്ചുള്ള അപകടങ്ങൾ ഒഴിവാകാനാ സാധ്യത. ഓർക്കുമ്പോ ഒരു ഭയമുണ്ട്. പക്ഷെ അവളുടെ ഭക്തിയിൽ വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി നന്ദ. സിത്താരയുടെ വീട്ടിൽ പോയി ഇപ്പൊ തിരിച്ചു വന്നത് കൃഷ്ണ തന്നെയാ. അക്കാര്യത്തിൽ സിത്താര നമ്മളെ ചതിച്ചില്ല.
ചതിച്ചതാ, വീണ്ടും ചതിച്ചതാ. പോട്ടെ, ചാവാനുള്ള യോഗം നേരത്തെ കിട്ടിയതാണല്ലോ. അതിനിടയില് നല്ലവരായ ഈ കുടുംബത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റിയ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും. മമ്മിയോടുള്ള പിണക്കം മാറിയില്ല? പിണക്കയില്ലായിരുന്നെങ്കിൽ അത് നീ കാണിക്കില്ലായിരുന്നല്ലോ. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എന്നെ അതൊക്കെ വേദനിപ്പിക്കുമെന്ന് നിനക്കറിയില്ലേ? എനിക്ക് ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. സിതാര ശ്രീനിവാസ് എന്നുള്ള ഒരു പേരിന് മാത്രമായിട്ട് ഒരു നിലനിൽപ്പും ഇല്ല. അതിന്റെ കൂടെ എന്റെ മോളുടെ പേരൂടെ ഉണ്ടാവണ്ടേ? മറ്റാർക്കും എന്നെ കുത്തി നോവിക്കാനായിട്ട് പറ്റില്ല, നിനക്കല്ലാതെ. നീ ദേഷ്യത്തിലൊരു വാക്ക് പറയുമ്പോ എന്റെ നെഞ്ചിലത് തട്ടുന്നത് അറിയോ? എനിക്കതറിയാം മമ്മി. ബട്ട് കൃഷ്ണയ്ക്ക് എന്റെ അതേ രൂപമായതുകൊണ്ട് അവളുടെ അടുത്തുനിന്ന് മമ്മി അഭിനയിച്ച പോലും എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല. മമ്മിയിൽ നിന്ന് എന്റെ സ്നേഹം തട്ടിപ്പറിക്കാൻ വന്നവളാണെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോ. മമ്മി അതൊക്കെ കാണിക്കുന്നതാണ്, അല്ലാതെ എന്നെ പോലെ കൃഷ്ണയെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്ന് എന്റെ മനസ്സിലോട് ഞാൻ പറയുന്നുണ്ട്. ബട്ട് ഇടയ്ക്ക് ഞാൻ കൈവിട്ടു പോവും. അതെനിക്ക് മമ്മിയോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടാ. മമ്മിക്ക് മനസ്സിലായി മോളെ. നിനക്ക് പകരം മരണം സ്വീകരിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണ് കൃഷ്ണ. പണം കൊടുത്ത് സഹായിച്ചതിന്റെ പേരിൽ നമുക്ക് അവളുടെ മേൽ അധികാരവും ഉണ്ട്. പക്ഷേ കൊല്ലാൻ തീരുമാനിച്ച ഒന്നിനോട് പോലും അല്പം കരുണ നമ്മൾ കാണിക്കണ്ടേ? അത് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. അത്രയ്ക്ക് മനുഷ്യത്വം എനിക്കുണ്ടായി പോയതൊരു തെറ്റാണോ? വേണ്ട മമ്മി, നമുക്കിത് വിടാം. കൃഷ്ണ ചെന്ന് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്നേക്കുമായി അവള് പൊക്കോട്ടെ. എന്റെ ഈ ലോകത്ത് പിന്നെ നവീനും എന്റെ ഈ സ്നേഹം നിറഞ്ഞ മമ്മിയും മാത്രമേ ഉണ്ടാവുള്ളൂ.